പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ മാതാവിനോട് ചേർന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് ചേർന്ന് ഇന്നത്തെ വിശുദ്ധിയായ വിശുദ്ധ കൊത്രീസിനോട് ചേർന്ന് നമുക്ക് ഈ ബലി പിതാവായ ദൈവത്തെ അർപ്പിക്കാം. തിരുസഭ ഏറ്റവും നല്ല കുടുംബ പ്രേക്ഷണത്തിനും അതിൽ ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാനായി മധ്യസ്ഥയായി നൽകിയിരിക്കുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. ഈ കൊത്രേസ്യ 24 വയസ്സ് വരെയാണ് ജീവിച്ചത്. എന്നാൽ ലോകത്തൊരിടത്തും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. എവിടെയായിരിക്കുന്നോ കോൺവെന്റിൻ്റെ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ച വലിയ വിശുദ്ധയാണ്. ആ മകൾ എപ്പോഴും പറയുന്നത് ഒന്നേയുള്ളൂ, ഞാൻ ഈശോയുടെ സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് തൻ്റെ കൈകളിൽ കർത്താവിൻ്റെ ക്രൂശ് രൂപം, തൂങ്ങപ്പെട്ട രൂപം തൻ്റെ മാറത്തോട് ചേർത്ത് പിടിച്ച് അതിന് റോസാ പുഷ്പങ്ങൾ വെച്ചിരിക്കുന്നത്. എപ്പോഴും കർത്താവിന് വേണ്ടി സ്നേഹത്തിൻ്റെ റോസാ പുഷ്പങ്ങളായി സ്നേഹമായി എല്ലാവർക്കും മാറുന്ന വലിയ വിശുദ്ധ. ഈ മകളുടെ വലിയ സ്നേഹത്തിൻ്റെ, ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ വലിയ മാതൃക നമുക്കും ഏറ്റെടുക്കാം. ജീവിതം സഹനമായിരിക്കാം, പ്രയാസമായിരിക്കാം, രോഗമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, സന്തോഷമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അവിടെ മധ്യേ ഈശോയുടെ കുരിശിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം സമർപ്പിച്ച് ഈശോയെ നമുക്ക് ഈ പരിശുദ്ധമായ ബലിയിൽ ആരാധിക്കാം. ഈ ബലി നാം അർപ്പിക്കുമ്പോൾ കൊത്രേസ്യ എന്ന നാമധേയം വഹിക്കുന്ന, ലിറ്റിൽ ഫ്ലവർ എന്ന നാമധേയം വഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന ദിവസം പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ മാതാവിൻ്റെ ജപമാല ആരംഭിക്കുന്ന ദിവസമാണ്. ഈ ഒക്ടോബർ മാസം ജപമാലയ്ക്ക് വലിയ പ്രാധാന്യമാണ് നമ്മുടെ കുടുംബത്തിലുള്ളത്. ജപമാല മാതാപിതാക്കളും മക്കളും ഒന്ന് ചേർന്ന കുടുംബങ്ങളിൽ നമ്മൾ ഭക്തിപൂർവ്വം ഈ കോവിഡ് കാലത്ത്, കൊറോണ കാലത്ത് നമ്മൾ ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ ഈ ദേവാലയത്തിൽ നമ്മൾ രാത്രി 7:30 മണിക്ക് 7:30 ആഘോഷപൂർവമായ ജപമാല നമുക്ക് യൂട്യൂബിലൂടെയും അത് ഫേസ്ബുക്കിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ പള്ളിയിൽ. അപ്പോൾ തീർച്ചയായും നമ്മൾ മാതാപിതാക്കളും മക്കളും ഭവനത്തിൽ ഒരുമിച്ച് ഭക്തിയോടെ നമുക്ക് ജപമാല ചൊല്ലി ലോകം മുഴുവനുള്ള കൊറോണ രോഗത്തെ, ഈ അസുഖത്തെ, ഈ ഭൂതലത്തിൽ നിന്നും തുടച്ചു മാറ്റുവാൻ സർപ്പത്തിൻ്റെ, സാത്താൻ്റെ തലയെ തകർത്ത പരിശുദ്ധ മാതാവിൻ്റെ ചൈതന്യത്തോടുകൂടെ നമുക്ക് ജപമാലയിലും പങ്കുചേരാം. ഈ പരിശുദ്ധമായ ബലി നാം ഇന്ന് അർപ്പിക്കുമ്പോൾ ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന മറിയാമ്മ ജെയിംസ് അഞ്ചനൈക്കൽ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കൊത്രേസ്യ വള്ളനാട്ട് മരിച്ചുപോയ
ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിൻസെൻ്റ് പനക്കോട്ടത്തിൽ ഇന്ന് മരണമടഞ്ഞ ഈ മത്സരപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനൊപ്പം പനക്കോട്ടിൽ ആൻ്റണി അമ്മിണി, പുള്ളിക്ക് സേവ്യർ, പോൾ റീത്ത ജോർജ്, കൈതവേലിക്കകത്ത് പേര് സ്റ്റീവൻ, ഡാനിയേൽ തപ്പലോടത്ത്, ഷൈജു ഫ്രാൻസിസ്, മാത്യു മണപ്പറമ്പിൽ, ജോയി പാലത്തിങ്കൽ, ആരും പോലുമില്ലാത്തവർ മറുപടി എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ടി വി ജോർജ്, കത്രീന തോട്ടങ്കൽ, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഏഞ്ചൽ, ജോസഫ്, ജോയിൽ എന്നീ മക്കൾക്ക് പ്രാർത്ഥിക്കാം. ജോർജ് കൊല്ലങ്കര എന്ന കുടുംബ നിയോഗങ്ങൾ, മെറീന എന്ന മകളെ കൊറോണ രോഗ സൗഖ്യം ലഭിക്കാൻ, അതുപോലെ സാജു കുടുംബത്തിൻ്റെ കൊറോണ രോഗ സൗഖ്യം ലഭിക്കാൻ, ജസ്റ്റിൻ ദീപ, ജഫീന എൽസബത്ത്, ജോസഫ്, ആൻസുവേഗ റോയി, അക്ഷയ്, സെബാസ്റ്റ്യൻ മറിയം, ബിജു ഇൽഡ, അന്ന കത്തുറഫേലിയ, റിജോയ്, നിഷ ആർബൻ, ഡോറിസ് ജേക്കബ്, സില്ലി, സീന, ലില്ലി, ജോസ് എൻട്രിക് ഐരൻ, വർഗീസ്, ട്രീസ ജോസഫ്, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മിറം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ മിന്നു പോൾ, പ്രത്യേകം മിറം പോൾ, രാജു, സീന, ഇവരുടെ നിയോഗങ്ങളും നമ്മുടെ എല്ലാവരെയും ഇവനെയും പങ്കുചേരുന്ന ഓരോ കുടുംബത്തിനെയും മക്കളുടെ നിയോഗങ്ങളും പരിശുദ്ധമായ ഈ നിമിഷം ഓർമ്മിച്ച് നമുക്ക് കരങ്ങൾ കൂപ്പി നമ്മുടെ തെറ്റുകൾ പാപങ്ങൾ ഏറ്റുമല്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിട, എൻ്റെ വിട, എൻ്റെ വലിയ വിട ആകെയാണ്. ഇതിനെയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധനോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവനാമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്നതാണ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്നതാണ് ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതാണ് ഞങ്ങളെ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവിന്റെ കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിനീതർക്കും ശിശുക്കൾക്കും അങ്ങേ ദൈവരാജ്യം അങ്ങ് സജ്ജമാക്കിയിരിക്കുന്നുവല്ലോ. ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധ പുത്രയേശുവെ വഴി വിശ്വസയോടെ ഞങ്ങൾ അങ്ങേ പിന്തുടരുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥയാൽ അങ്ങേ നിത്യമായ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ
അവളോടുകൂടി ആനന്ദിച്ചു ദർശിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊപ്പം സന്തോഷിച്ച് തിമിർക്കുവിൻ. അവളുടെ സാന്ത്വന സ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ. അവളുടെ മഹത്വത്തിൻ്റെ സംതൃപ്തി നുകർന്ന് സംതൃപ്തി അടയുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും. ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലെടുത്ത് ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടിയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാനങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവർ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്യുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ചയടയ്ക്കാൻ വരുന്നു ഞങ്ങൾ ഈ ബലിവേദിയിൽ
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധ കുദ്രേസയിൽ അങ്ങേ വിസ്മയനീയമായ പ്രവൃത്തികൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ എല്ലാവരും കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ ദൗത്യം അങ്ങേക്ക് സ്വീകാര്യമാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിനെ സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മയനീയമായ പരിമാനം പ്രഘോഷിക്കുന്നത് സമുചിതമാണല്ലോ. അങ്ങേ മനുഷ്യപ്രകൃതിയെ ആദ്യ ഉത്ഭവം വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ ആനന്ദത്തോടെ നയിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ വിശുദ്ധന്മാരും എല്ലാ വിശുദ്ധരോടും വിശുദ്ധ കുദ്രേസയോട് ചേർന്ന് എല്ലാ മാലാഖമാരും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകളങ്ങൾ പോലെ ഈ കാണിക്കകളെന്ന് പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. യേശുനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പരമാർത്ഥമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുടേ, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ പരാപ്പുഴ മെത്രാപ്പൊലീത്ത ജോസഫ് പളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിനെ ഉൾപ്പെട്ട സഭയും സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിലും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവരെയും അങ്ങേ സ്വർഗസന്നിധിയിൽ അങ്ങ് സ്വീകരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, മറിയാമ്മ, ജെയിംസ്, അഞ്ജനീകളെ, മറ്റെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വിവാഹ വാർഷികത ആഘോഷിക്കണമേ. ഇന്ന് വിശുദ്ധ നാമത്തെ വഹിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ വിശുദ്ധ ഔസേപ്പിതാവ് അപ്പസ്തലത്തോടും ഇന്നത്തെ തിരുനാൾക്കാനുമതിയായ വിശുദ്ധ മറ്റെല്ലാ വിശുദ്ധമത്തെ നിത്യനും പങ്കുചേരുവാൻ ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ഏറ്റുമില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങേ സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഏറ്റുവീതോടെ ഞങ്ങൾ ക്ഷമിക്കുന്നവർ പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാബല്യത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തു ഞങ്ങളെ പാപങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം നൽകാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊള്ളിയാൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം.
ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. യോഗമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. യോഗമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ ശക്തിയാൽ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടി അങ്ങ് കാരുണ്യം ലഭിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച സ്വർഗീയ ഉദാശയുടെ അനന്തമായ ശക്തി ഞങ്ങളെ എപ്പോഴും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്ക് ഉപേക്ഷിച്ച് പരസ്പര സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ മാതാവിൻ്റെ ജപമാല ഇന്ന് ആരംഭിക്കുന്ന ഒക്ടോബർ മാസത്തിൽ ഇന്ന് രാത്രി 7:30 നമ്മൾക്ക് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ജപമാല ചൊല്ലി അതിൽ പങ്കുചേരാം. രാത്രി 7:30 നമ്മുടെ സെൻറ്റ് ജോസഫ് ചർച്ച് തൃപ്പൂണിത്തുറ എന്ന ഫേസ്ബുക്കിലും സ്ലീപ്പിംഗ് ST ജോസഫ് വടക്കേക്കോട് എന്ന യൂട്യൂബിലും തത്സമയം നിങ്ങൾ കാണാൻ സാധിക്കുമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും കുടുംബസമേതം ജപമാലയിൽ പങ്കുചേർന്ന് കൊറോണ എന്ന മഹാവ്യാധിയിൽ നിന്നും ഈ ലോകം മുഴുവനെയും മോചിപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ കാൽപാദങ്ങളിൽ ജപമാല അർപ്പിച്ച് നമ്മൾ കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പങ്കുചേരുക.